തമിഴ് ചലച്ചിത്ര താരവും DMDK നേതാവുമായ വിജയകാന്തിന് ആരാധകർ ഇന്ന് വിട നൽകും. ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുദർശനം. വൈകിട്ട് 4:45 കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. അഭിനയത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും പേരിൽ വിജയകാന്ത് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് നടൻ രജനീകാന്ത് പറഞ്ഞു. மனசு ரொம்ப கஷ்டமாக இருக்குது. விஜயகாந்த் அவர்கள் அசாத்தியமான ஒரு மன உறுதி உள்ள மனிதர். எப்படியோ அந்த உடல்நலத்தில் ஒரு தேறிட்டு வந்துடுவாருன்னு சொல்லிட்டு எல்லாரும் நினச்சோம். ஆனால் சமீபத்தில் நடந்த அவங்க தேமுதிக அந்த பொதுக்குழுவில் அவர் பார்க்கும்போது எனக்கு கொஞ்சம் நம்பிக்கை கம்மியாயிடுச்சு. அவர் நல்லா ஆரோக்கியமாக இருந்திருந்தால் தமிழக அரசியலில் ஒரு மிகப்பெரிய சக்தியாக நிகழ்ந்திருப்பார். தமிழ் மக்களுக்கு நிறைய நல்லது பண்ணியிருப்பார். அந்த பாக்கியத்தை தமிழ் மக்கள் இருந்திருக்கும். அவங்க ആത്മശാന്തി അടയട്ടെ. ആയിരക്കണക്കിന് ആളുകളാണ് തമിഴകത്തിന്റെ ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, പാർട്ടി ആസ്ഥാനത്ത് തന്നെ പൊതുദർശനം എന്നതായിരുന്നല്ലോ ഇന്നലത്തെ തീരുമാനം. അത് മാറ്റിയത് ആരാധകരുടെ വലിയ പ്രവാഹം കൊണ്ടാണോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആരാധകർ കോയമ്പേടുള്ള പാർട്ടി ആസ്ഥാനത്തേക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ എത്തി തുടങ്ങിയിരുന്നത്. അത് പലപ്പോഴും പോലീസിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് പൊതുദർശനം മാറ്റാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, വളരെ വിശാലമായ സ്ഥലമാണ്. ഇപ്പോഴും ആളുകൾ അവിടെ നിന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് തമിഴ്നാടിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. എന്തായാലും ഓരോ നിമിഷവും, അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നഗരത്തിലിറങ്ങി പലയിടങ്ങളിലും ഇറങ്ങി ആളുകൾ ഈ വിജയകാന്തിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വരുന്ന ആളുകളാണ്. അങ്ങനെ ഇപ്പോഴും ആളുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ നിന്നും ഒക്കെ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള സമയം നൽകിയിരിക്കുന്നത്. 1 മണിക്ക് ശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായാണ് DMDKയുടെ ആസ്ഥാനത്തേക്ക് പോവുക. ഏകദേശം 10-11 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഈ പറഞ്ഞ കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്തേക്ക്. ആ ദൂരം മുഴുവൻ, അതായത് നഗരം ചുറ്റി തന്നെയായിരിക്കും വിലാപയാത്ര ഉണ്ടാവുക. ഏകദേശം 4 മണിയോടുകൂടി അവിടെ എത്തിച്ചേരും. 4:45-നാണ് 4:45-നാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ്. നമുക്കെന്തായാലും നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ആ രീതിയിലാണ് കാര്യങ്ങൾ. ഒരുപക്ഷേ വിലാപയാത്ര വൈകാനുള്ള സാധ്യതയുണ്ട്. കാരണം സമാനമായ രീതിയിൽ റോഡിന് ഇരുവശവും ധാരാളം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് തടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. സാലിഗ്രാമത്തെ വീട്ടിൽ നിന്നും വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് കോയമ്പേടിലേക്കുള്ളത്. അത് തന്നെ 3 മണിക്കൂറിലധികം എടുത്താണ് ആ വിലാപയാത്ര ഈ DMDKയുടെ ആസ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. വലിയ തോതിലുള്ള ജനപ്രവാഹം ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണി വരെ ഇവിടെ എന്തായാലും പൊതുദർശനമുണ്ട്. അതിനുശേഷം DMDKയുടെ ആസ്ഥാനത്തേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. വേണം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.